ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ് ബുഷ്, സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇന്ന് നമ്മൾ പറയുന്നത് നോർമലായിട്ട് എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് ബാക്ക് ഏക്ക് പ്രോബ്ലം. അധിക പേർക്കും ഉണ്ടാകുന്ന ബാക്ക് ഏക്ക് പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത് വരുന്നത് മസിൽ സ്ട്രെയിൻ ആണ്, അതേപോലെ ടൈറ്റ്നസ്, അതേപോലെ നിൽക്കുന്നത്. അതേസമയം കുറേ സമയം ഇത് നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇരിക്കുക അഥവാ ലിഫ്റ്റിംഗ്, വളയൽ തുടങ്ങിയ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ബാക്ക് മസിൽസ് കട്ടുപിടിക്കാനും വേദന കൂടാനുള്ള കാരണങ്ങൾ കൂടുതലാണ്. അതിൽ നമ്മൾ ഇരിക്കുന്നത് റോങ് പൊസിഷനിലൊക്കെ ആയിരിക്കുമ്പോൾ അതും വളരെയേറെ പ്രശ്നം. പിന്നെ നമുക്ക് മൊബൈൽ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിന് തെറ്റായ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നതും ബാക്ക് ഏക്ക് പ്രോബ്ലം വളരെ കൂടുതലാണ്. അതുപോലെ സ്പൈനിൽ അധിക സമ്മർദ്ദം വരാനും പെയിന് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നെർവ് കംപ്രഷൻ, അതുപോലെ തന്നെ നമുക്ക് സയാറ്റിക്ക, ഡിസ്ക് ബൾജ് തുടങ്ങിയ പ്രശ്നങ്ങൾ, നട്ടലിൽ നിന്ന് ഹിപ്പ് വരെ പടരുന്ന വേദന ഇതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, അതേപോലെ തന്നെ സ്ലീപ്പ്, ഉറങ്ങുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വളരെയേറെ കൂടുതലായിരുന്നു. അതുപോലെ അതുപോലെ തന്നെ സ്ട്രെസ്സ്, ബാക്ക് പെയിന് സാധാരണമായിട്ട് വരുന്നതാണ്. അതുപോലെ ഓവർ വെയിറ്റ്, ഒബേസിറ്റി, അതേപോലെ തന്നെ കൂടുതൽ ബോഡി വെയിറ്റ്, അതേപോലെ സ്പൈനിൽ കൂടുതൽ ലോഡ് വരിക എന്നുള്ള പ്രശ്നങ്ങൾ. പിന്നെ കാല് പ്രോപ്പറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, കാലിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പോസ്റ്റർ തെറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. പിന്നെ നമുക്ക് റിഫ്ലക്സോളജി ബാക്ക് പെയിൻ കുറയ്ക്കാൻ എങ്ങനെയൊക്കെ സഹായിക്കുന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് കാൽപാദത്തിൻ്റെ ഉൾവശത്തിലുള്ള സ്പൈൻ റിലാക്സ് പോയിന്റിൽ അമർത്തുമ്പോൾ മസിൽസിൽ അതിൻ്റെ ടൈറ്റ്നസ് കുറയുകയും വേദന കുറഞ്ഞു വരികയും ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ ഫുഡ് റിഫ്ലക്സോളജി വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ രക്തചംക്രമണം ബാക്ക് ഭാഗത്തേക്ക് വർദ്ധിപ്പിക്കുകയും ഹീലിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ സയാറ്റിക്ക നെർവ് പെയിന് കുറയ്ക്കാനും ഇത് സഹായകരമാണ്. ഹീൽ ഭാഗത്തെ സയാറ്റിക്ക റിലാക്സ് പോയിന്റ് നമ്മൾ ഹിപ്പിലേക്കും കാലിലേക്കും പോകുന്ന ഷൂട്ടിംഗ് പെയിന് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പോസ്റ്റർ ശരിയാക്കാൻ ഇത് റിഫ്ലക്സോളജി വളരെയേറെ സഹായകരമാണ്. അതുപോലെ തന്നെ ഫുട്ട് ആർച്ച് ആൻഡ് റിലാക്സേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ ബാലൻസ് ചെയ്യപ്പെടുകയും അതുപോലെ ബാക്കിൽ സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് കുറച്ച് നെർവ് സിസ്റ്റം വളരെ കാം ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സോളാർ പ്ലക്സ് പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ റിലാക്സ് ചെയ്യാനും സ്ട്രെസ്സിന്റെ ബാക്ക് പെയിൻ കുറയ്ക്കാനും സഹായകരമാണ്. റിലാക്സ് ആയിട്ട് നമുക്ക് മസിൽസിന്റെ അതിന്റെ ഹീലിങ്ങും അതുപോലെ തന്നെ ലോങ് ടൈം ബാക്ക് പെയിൻ കുറയാനും ഫുഡ് റിഫ്ലക്സോളജി സാധ്യമാണ്. അതുപോലെ തന്നെ ബാക്ക് പെയിനിൽ ചെയ്യേണ്ട കുറച്ച് പോയിന്റുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ സ്പൈനിൽ കാൽപാദത്തിന്റെ ഉൾവശത്തൊക്കെ ചെയ്യുന്ന ലോ ബാക്ക് പോയിന്റിലും അതേപോലെ സയാറ്റിക, അതുപോലെ തൊറാസിക് ലുംബാസ്, സാക്രം, കോക്കക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അതുപോലെ തന്നെ ഹിപ്പിന്റെ റിലാക്സ് പോയിന്റിലും അതേപോലെ സയാറ്റിക നെർവ്സ് പോയിന്റ്സിലും അതുപോലെ സോളാർ പ്ലക്സിലും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എവിടെയാണോ ബാക്ക് പെയിൻ ഉള്ളത്, ലോവർ ആണോ ഷോൾഡറിലാണോ, എങ്ങനെയുള്ള രീതി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്ക് സ്മോൾ ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് 2 മുതൽ 4 വരെയുള്ള സെഷൻ എടുക്കാവുന്നതാണ്. ലോങ് ടേമിൽ വരുന്നതാണെങ്കിൽ 6 മുതൽ 10 വരെ സെഷൻ എടുത്ത് പോവുകയാണ്. അതേപോലെ പലർക്കും ഒരു സെക്ഷനിൽ തന്നെ ചെറിയ ഒരു റിലാക്സ് കണ്ടുവരുന്നതായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് 1, 2, 3 സെഷൻ എടുത്ത ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കണ്ടുവരുന്നുള്ളൂ. കാരണം ഒന്നാമത് നമ്മൾ നിൽക്കുന്ന അമിത ഭാരമൊക്കെ ഇതിൻ്റെ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫുഡ് റിഫ്ലക്സോളജിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായകരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് റിഫ്ലക്സോളജിയിൽ അത് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റും നല്ല റിലാക്സേഷനും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ്. ഐ ആം ആഷ് ബുഷ്, സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. താങ്ക് യു.